പുരുഷനും സ്ത്രീയും ഒരു ശരീരമായി മാറുന്നു. സാധാരണഗതിയിൽ രണ്ട് ശരീരങ്ങളായി നിർമ്മിക്കുന്ന മനുഷ്യർ വിവാഹത്തിലൂടെ ഒരു ശരീരമായിട്ട് എങ്ങനെ മാറുന്നു? ഒരു ശരീരമാകുക പറയുമ്പോൾ സ്വാഭാവികമായും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പറയുന്ന ഒന്നാമത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. ചിന്തിക്കുന്ന മൃഗമാണ് മനുഷ്യനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നായിരിക്കുന്നുള്ളതാണ് പ്രധാനമായും യേശു ചിന്താപരമായിട്ടുണ്ടായിരിക്കും. വിചാരിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ ഒരേ രീതിയിലായിരിക്കണമെന്നുള്ളതാണ്. ഇന്നലെ വരെ സനവും ആനിയും 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ മാതാപിതാക്കളുടെ തണലിൽ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിൽ സംസ്കാരങ്ങളിൽ ജീവിച്ച് വളർന്നുവന്നവരാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഒന്നായി കഴിയുമ്പോൾ ആനയുടെ വിചാരങ്ങളൊക്കെ സ്വന്തമാക്കുവാനും സനുവിന് കഴിയണം. അതുപോലെ തന്നെ സനുവിൻ്റെ വിചാരങ്ങളൊക്കെയും സ്വന്തമാക്കുവാനായി കഴിയണം. അങ്ങനെ വിചാരത്താൽ ഒന്നായി തീരുന്ന ഒരു ജീവിതമായിരിക്കണം എന്നുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. കാരണം നമ്മുടെ വിചാരങ്ങളാണ് പ്രവർത്തനങ്ങളെ നയിക്കുന്നത്. വിചാരങ്ങളാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നിർണ്ണയിക്കുന്നത്. വിചാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദർശനങ്ങൾക്കും ആധാരമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരങ്ങളോടാണ് നിങ്ങളെ പ്രചോദിപ്പിക്കേണ്ടത്. നിങ്ങൾ കാണുന്ന കാഴ്ചകളായിരിക്കും. ഓരോ ദിവസവും ടി വിയിലൂടെ കാണുന്ന പരിപാടികളോ മൊബൈലിലൂടെ കേൾക്കുന്ന ക്ലിപ്പിങ്ങുകളോ അല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടായിട്ട് മാറേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് യേശു വിഭാവനം ചെയ്തതനുസരിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും ദൈവത്തെ കണ്ടറിയുവാനും ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള പ്രയാണമായിട്ട് മാറണം. അങ്ങനെ പരസ്പരം അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന, ഉൾക്കൊള്ളുന്ന വിചാര ചൈതന്യത്തിൽ, വിചാരധാരയിൽ മുന്നോട്ട് പോകുവാൻ നമ്മൾ കഴിയുമ്പോഴാണ് ഒരു ശരീരമായിട്ട് മാറുന്നത്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തന തലമെന്ന് പറയുന്നത് വൈകാരികമായ ഭാവമാണ്. സാധാരണ വികാരങ്ങളെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പം ഹൃദയത്തിൽ ഒന്നാകുക എന്ന് പറയുമ്പോൾ വൈകാരികമായ എല്ലാ മേഖലകളിലും ഒന്നായി മാറുക എന്നാണ് അർത്ഥം. ഇനി മുന്ന് മുതൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരം മാത്രമേ ഉണ്ടാകാവൂ. വികാരമെന്ന് പറയുന്നത് സ്നേഹമാകാം, ദേഷ്യമാകാം, അനുകമ്പയാകാം, ആർദ്രതയാകാം. അങ്ങനെ ഏകദേശം 9ഓളം വികാരങ്ങളുണ്ടെന്ന് പറയാം. ഈ വികാരങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നിപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ വികാരമാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകേണ്ടത് എപ്പോഴും നിങ്ങളുടെ മാത്രം രൂപങ്ങളായിരിക്കണം. സനോ ജീവിതത്തിൻ്റെ അധ്വാനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടത് അവളുടെ ചിത്രമായിരിക്കണം. അവളുടെ പ്രതിഷ്ഠയായിരിക്കണം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ അവൾ ഒരാവേശമായി വികാരമായിട്ട് മാറത്തക്ക രീതിയിൽ ദിനരാത്രങ്ങൾ അവളുമായിട്ടുള്ള ആ ബന്ധത്തിലായിരിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു ശരീരമായിട്ട് മാറുവാൻ കഴിയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്, നിങ്ങളെ ഒന്നാക്കുന്നത് നിങ്ങളുടെ മനസ്സാണ്. മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ. മനസ്സുകൊണ്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങളുടെ തീരുമാനം ഒന്നാകണം. വ്യത്യസ്തമായ തീരുമാനങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളുമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് വരാൻ കഴിയും. അപ്പം നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നാകുവാൻ തക്കവണ്ണം നിങ്ങളുടെ വിചാരവും നിങ്ങളുടെ വികാരവും ഒന്നായി ഒരുമയിൽ രൂപപ്പെടുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെ ഇടമായിട്ട് മാറുന്നത്. ഇന്നലെ വരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് മുതൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിർത്തണം. കാരണം നിങ്ങൾ സ്വപ്നം കണ്ടത് ആയ ഒരു ഐഡിയലായിട്ടുള്ള ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനോ നിങ്ങളുടെ ജീവിതം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടപ്പോഴും എല്ലാം തമ്മിലൊരു സമയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സ്വപ്നം കണ്ടിരുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. വിവാഹ ജീവിതമായിട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കാരണം വിവാഹത്തിലൂടെ നിങ്ങൾ പരസ്പരം അടുക്കുകയാണ്, അറിയുകയാണ്. അറിയുന്നതോറും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറവുകളാണ് കൂടുതലായിട്ട് അറിയുന്നത്. നാം ദൈവമായിട്ട് അടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറവുകളില്ലാത്തതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ അറിയുള്ളൂ.
മറിച്ച് നമ്മൾ തമ്മിൽ അടുക്കുമ്പോൾ കൂടുതൽ കുറവുകളും പരിമിതികളും ബലഹീനതകളും അറിയും. അതുകൊണ്ട് സനു വിചാരിക്കേണ്ടത് എൻ്റെ ഭാര്യ ആനി നന്മ നിറഞ്ഞവളാണ്, ഒപ്പം കുറവുകളുള്ളവരാണ്. അവളുടെ കുറവുകളോടുകൂടി സ്വീകരിക്കണം, അവളുടെ ബലഹീനതകളോടുകൂടി സ്വീകരിക്കണം. ബലം മാത്രം സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. അപ്പോൾ അവളുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവളെ സ്വീകരിക്കുവാൻ കഴിയണം. അതുപോലെ തന്നെ സനുവിനെ ആനി സ്വീകരിക്കുമ്പോൾ സനുവിന് നന്മകളും ഗുണങ്ങളും ഒത്തിരിയധികം ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുക. പക്ഷെ അതോടൊപ്പം അതിൻ്റേതായ ബലഹീനതകളും കുറവുകളും ആ കുറവുകളോടുകൂടി ഗ്രാമപ്രദേശത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുകയും അവിടുത്തെ ജീവിത പ്രകൃതിയുമായിട്ടൊക്കെ ഇണങ്ങി ആ മലയോര പ്രദേശത്തിൻ്റെ രീതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു വരുമ്പോഴത്തേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിന്താഗതിയും സംസ്കാരം വ്യത്യസ്തമാണ്. പക്ഷേ ഇന്ന് മുതൽ അതെല്ലാം വളർന്നുകൊണ്ട് നിങ്ങളായിരിക്കുന്ന രീതി ഉൾക്കൊണ്ടുപോകാൻ സ്വീകരിക്കാൻ കഴിയണം. സനു ആനയെ സ്വീകരിക്കുമ്പോൾ ആനയുടെ അപ്പച്ചനും അമ്മച്ചയും സഹോദരൻ നടക്കുന്ന ആ കുടുംബത്തെയും സ്വീകരിക്കണം. കാരണം ആ കുടുംബത്തിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അതുപോലെ സനുവിനെ ആന സ്വീകരിക്കുമ്പോൾ സനുവിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും അവരായിരിക്കുന്ന അവസ്ഥ ഉൾക്കൊള്ളണം. അങ്ങനെ നിങ്ങൾ പരസ്പരം അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കഴിയുമ്പോൾ ഒത്തിരിയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും സാമ്പത്തികമായ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബോധപൂർവം ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോഴും കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ജീവിതത്തിൻ്റെ യാത്രയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സനുവിന് ഹൃദയപൂർവ്വം തുറന്നു പറയാൻ കഴിയുന്ന ഒരവസ്ഥ ആന ഉണ്ടായിക്കൊണ്ടിരിക്കണം. അല്ലാതെ പ്രയാസം വരുമ്പോൾ അവിടെയോ കൂട്ടുകാരുടെ ഇടയിലോ അല്ല പോയി പറയേണ്ടത്. ഭാര്യയോട് സ്നേഹത്തോടു കൂടി പറഞ്ഞുകൊണ്ട് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെ പുരുഷൻ കാണിക്കണം. അതുപോലെ തന്നെ ആനയെ സംബന്ധിച്ചിടത്തോളം ആനി എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളോ കാണുമ്പോൾ അമ്മയോടല്ല പറയേണ്ടത്. ഇന്ന് സാധാരണ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞാൽ ഉടനെ അമ്മയ്ക്ക് മൊബൈലിലൂടെ ഫോൺ വിളിക്കുന്നു, ഇവിടെ നടക്കുന്ന തൊട്ടത് പിടിക്കുന്നതൊക്കെ അവിടെ വിളിച്ച് പറയുന്നു. അങ്ങനെയുള്ള രീതി എന്ത് കാര്യം വന്നാലും ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറയാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. അങ്ങനെ ഹൃദയം തുറന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പവിത്രത ആഴപ്പെടുന്നതും സ്നേഹത്തിൻ്റെ ഊഷ്മളത വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുമ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത് തന്നെയാണ്. ഒരു ശരീരമായിട്ട് ജീവിക്കുക. ഒരു ശരീരമായിട്ട് ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ഒന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ ഒന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഒന്നായി ഒരുമയിൽ ജീവിച്ചുകൊണ്ട് നല്ലൊരു കുടുംബ അന്തരീക്ഷത്തിൽ വളരാനും ജീവിക്കുവാനും നിങ്ങൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുക്കളെ, ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് വിചാരിക്കരുത്. ഇന്നു മുതൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിരന്തര പ്രോത്സാഹനത്തിലൂടെ ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ ബന്ധം പവിത്രമായി നിലനിർത്തുവാൻ ഉതകുന്ന രീതിയിൽ പ്രാർത്ഥന കൊണ്ടും നിരന്തരമുള്ള സപ്പോർട്ട് കൊണ്ടും ഇവരെ വിശ്വാസത്തിനും വിശുദ്ധിയിലും നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ അനുഗ്രഹപ്രദമായ ഒരു കുടുംബജീവിതം തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ തിരഞ്ഞെടുക്കുവാൻ നിങ്ങളുടെ ഈ പ്രതിജ്ഞയ്ക്ക് കഴിയട്ടെ. നിങ്ങൾ ഉടമ്പടിയിലുള്ള ഒന്നാമതോട് സ്വാഭാവികമായിട്ട് ഈ ഒരു ഉടമ്പടി ബന്ധത്തിൽ ജീവിതകാലത്തിലോട്ട് നിലനിർത്താൻ കഴിയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായി നിൽക്കേണ്ടത് യേശുക്രിസ്തുവാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന വിശ്വാസമാണ്. കുടുംബത്തിന് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു വിഗ്രഹങ്ങളോ മറ്റൊരു പ്രതിഷ്ഠകളോ ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവാണ് നിങ്ങളെ ഓരോ ദിവസവും ബന്ധത്തിൽ നിലനിർത്തുന്നത്. അപ്പം അതുകൊണ്ട് ഒരുമിച്ച് നമ്മുടെയൊക്കെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പ്രാർത്ഥിക്കുന്ന രീതിയിലുണ്ടാകും. എല്ലാ ദിവസവും ശ്രദ്ധയ്ക്ക് ഒരുമിച്ച് കുട്ടിമേലിരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ പൗത്രമായി നിലനിർത്തുവാൻ തമ്പുരാനോട് യാചിക്കുകയും ചെയ്യണം. ആ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരിക്കണം നിങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുന്നത് TV പരിപാടികളാകരുത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറേണ്ടത് മൊബൈലുകളാകരുത്. നിങ്ങളുടെ കുടുംബത്തിന്
പ്രവർത്തിക്കുകയും സജീവമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ മുഖത്തോട് നോക്കിയുള്ള ചിരിയും സന്തോഷവും ഒക്കെ ആയിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ബന്ധത്തിൽ നിലനിർത്തേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ വൈകുന്നേരങ്ങൾ ഒരുമിച്ചിരുന്നുകൊണ്ട് സീരിയൽ കാണുമ്പോൾ അതിൽ കാണുന്ന ആഭാസരംഗങ്ങളും കൊലപാതകങ്ങളും ശത്രുതയും വിദ്വേഷവും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുകയും ആ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് സന്ധ്യാസമയത്ത് സീരിയലുകൾ മാറ്റിവെക്കുക, മൊബൈലുകൾ മാറ്റിവെക്കുക, യേശുവിൽ കേന്ദ്രീകൃതമായിട്ട് ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കാര്യങ്ങൾ പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഹാരം കഴിക്കുവാനും അങ്ങനെ സന്തോഷത്തിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ആരംഭിക്കുവാനും പരിശ്രമിക്കുക. എപ്പോഴ് ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അന്യാധീനപ്പെടുന്നു, എപ്പോഴും യേശുനാഥൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു, യേശുനാഥൻ എപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നാഥൻ അല്ലാതെ ആകുന്നു, അന്ന് നിങ്ങളുടെ കുടുംബം നാശത്തിലേക്കായിരിക്കും, അപകടത്തിലേക്കായിരിക്കും, പാപത്തിൻ്റെ ചുഴിയിൽ അകപ്പെടുന്നതിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സനവും പ്രിയപ്പെട്ട ആനയും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുവാൻ തക്കമുള്ള വികാരങ്ങളാൽ നിറയുക. നിങ്ങളുടെ വിചാരത്താൽ യേശുവിൻ്റെ വിചാരം കൊണ്ട് പരിശോധിക്കപ്പെട്ട് നന്മയിലാകുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു തീരുമാനത്തോടു കൂടി സാമ്പത്തികമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകട്ടെ. അങ്ങനെ നല്ലൊരു സ്നേഹബന്ധം നിറഞ്ഞ തിരുക്കുടുംബത്തിൻ്റെതായ അനുഭവം നിങ്ങളുടെ ഭവനത്തിലുണ്ടാകട്ടെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ നന്മകളും കൃപാവരങ്ങളും നേരുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ മക്കളെ സമർപ്പിക്കുകയും ചെയ്യാം. ആമേൻ. വിവാഹാസ്വാദത്തിന് വേണ്ടി മുന്നോട്ട്